യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. MK മാസ്റ്ററിനെ കാണാൻ വിളിക്കുന്നറിയോ? എന്നിട്ട് അവര് രണ്ടുപേരും വന്നില്ല. മാസ്റ്റർ കാണാൻ നല്ല ഭംഗിയാ, ആര് കണ്ടാലും ഇഷ്ടപ്പെടും, അമ്മൂമ്മയ്ക്കും ഇഷ്ടപ്പെടും. വേഗം വാ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് MK മാസ്റ്റർ. മാസ്റ്ററെ, ഇതല്ല എന്റെ MK മാസ്റ്റർ. MK മാസ്റ്റർ എവിടെ പോയി? മാസ്റ്റർ ഇന്ന് നേരത്തെ വീട്ടിൽ പോയല്ലോ മോള്. അല്ലെങ്കിലും മാസ്റ്റർ ഇങ്ങനെയാ, ഒന്നും പറയാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോളയും, എന്നോട് പോലും പറയില്ല. ആഹാ, അത് കൊള്ളാലോ. മോളോട് പറഞ്ഞിട്ട് വേണോ മാസ്റ്റർ വീട്ടിൽ പോകാൻ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളല്ലേ, അപ്പൊ എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? എങ്കിൽ മാസ്റ്റർ വരുമ്പോ പറയണം, മോളോട് പറഞ്ഞിട്ടേ എങ്ങോട്ടും പോകാവുന്നു, കേട്ടോ? ഇപ്പൊ മോള് വാ വാ. ശ്രീദേവി, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു? ഞാൻ സുന്ദരിയുടെ കാര്യം ആലോചിക്കായിരുന്നു. സുന്ദരിയുടെ എന്ത് കാര്യം? നമ്മൾ വന്നു എന്നറിഞ്ഞപ്പോ ഊണ് കഴിക്കാനായി വരാന്ന് സുന്ദരി എന്നെയാ ഇങ്ങോട്ട് പറഞ്ഞേ. അപ്പോഴേ മാലിനി പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ലാന്ന്. അവളങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. സുന്ദരി വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മാലിനി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സുന്ദരി വന്നില്ല. ഇതാണോ നീ ഇവിടെ വന്നിരുന്ന് ഇത്ര ഗൗരവമായി ആലോചിക്കുന്നത്? നോക്ക് ശ്രീദേവി, എല്ലാവരും സുന്ദരിയെ കുറ്റപ്പെടുത്തുക. പക്ഷേ സുന്ദരിയെക്കുറിച്ച് നിങ്ങളൊന്നും ആലോചിക്കാത്തെന്താ? നമ്മുടെ സുന്ദരി ഇപ്പൊ ആരാ? ഒരു ജില്ലയെന്ന് പറഞ്ഞ എത്ര വലിപ്പമുള്ളാണെന്നറിയോ? എത്ര ജനസംഖ്യ ഉണ്ടെന്നറിയോ? അവിടെ ഓരോ ദിവസവും എത്രയെത്ര പ്രശ്നങ്ങൾ കാണുമെന്നറിയോ? ഇതെല്ലാം നോക്കാനും കാണാനും പരിഹാരം ഉണ്ടാക്കാനും ഉത്തരവാദിത്തപ്പെട്ട പെണ്ണ സുന്ദരി. ഇങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കുടുംബം, അവിടെ അമ്മാവനും അമ്മായിയും വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പോണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റില്ല. മനഃപൂർവ്വം തന്നെ അവരുടെ അത്തരം ചെറിയ സന്തോഷങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവർ മറക്കുക ചെയ്യുന്നത്. മാലിനിക്ക് സുന്ദരിയെ കുറ്റപ്പെടുത്താം, അച്ഛമ്മയ്ക്കോ ലക്ഷ്മിയമ്മയ്ക്കോ കുറ്റപ്പെടുത്താം. പക്ഷേ നീ എന്താ സുന്ദരിയെ മനസ്സിലാക്കാത്തത്? നോക്ക് ശ്രീദേവി, ഇത്തരം ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് പുണ്ണാക്കരുത്. അത് നല്ലതല്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. ആഹാ, ഇതാര്? വാ 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 വാ. മോളു, പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ചു. അപ്പൂപ്പൻ എപ്പോഴാ വന്നേ? അപ്പൂപ്പൻ രാവിലെ തന്നെ വന്നു. അതെ, ഇവിടെ ഒരാളെ നിപ്പുണ്ട്. എന്തേലും ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. ഇതാരാ? അമ്മൂമ്മയോ? എന്നെ അമ്മുമ്മാന്ന് വിളിക്കരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് ആന്റിന്ന് വിളിച്ചോണം, കേട്ടല്ലോ? ഞാൻ
എന്നെ ആന്റിന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരണം. ഓക്കെ ആണോ? ചോക്ലേറ്റ് വാങ്ങിച്ചെന്നാ ആന്റിന്ന് വിളിക്കോ? ഇന്നൊരു ചോക്ലേറ്റ് വാങ്ങിച്ചെന്നാ ഇന്ന് ആന്റിന്ന് വിളിക്കും. നാളെയും ചോക്ലേറ്റ് വാങ്ങിച്ചെന്നാ നാളെയും വിളിക്കും. ആഹാ. അപ്പൊ ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിലോ? ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിൽ അമ്മൂമ്മ എന്ന് എന്നെ വിളിക്കും. എന്നും ചോക്ലേറ്റ് വാങ്ങി തന്നാ എന്നും ആന്റിന്ന് വിളിക്കും. ആ പരിപാടി നടക്കില്ല. എന്നെ എന്റെ അമ്മയോ ആന്റിന്ന് വിളിക്കാനാണ് ഉദ്ദേശമെങ്കിലേ ഞാൻ ഇനി മഴയോട് മിണ്ടില്ല. ആ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ആന്റി. ചോക്ലേറ്റ് വാങ്ങി തന്നാലും ഞാൻ അമ്മൂമ്മനെ വിളിക്കൂ. അയ്യടി കള്ളി, നീ ആള് കൊള്ളാലോ. ആ മതി മതി, വന്നേ ഡ്രസ് മാറി കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. അപ്പൂപ്പ, ഞാൻ കുളിച്ചിട്ട് വരാവേ. നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. വേഗം പോയി കുളിച്ചിട്ട് വാ. വാ ലക്ഷ്മി, നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വാ. വാ മോളെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയ്? അച്ഛനറിയാലോ, ബിരുദേട്ടന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്. ഇപ്പൊ ചെറിയൊരു സൂപ്പർ മാർക്കറ്റുമായിട്ട് ഒതുങ്ങിക്കൂടുവല്ലേ. നിങ്ങൾ രണ്ടും കൂടെ അല്ലേ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞ? ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, വേറൊരു നല്ല വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അച്ഛനൊന്ന് വിചാരിച്ചാ അത് വിനുദേട്ടന് കിട്ടും. വിനീതിന് ഒരു നല്ല വഴി തെളിയുമെങ്കിൽ ഞാനെന്തിനു വിചാരിക്കാതിരിക്കണം? നീ കാര്യം പറയ്. സുന്ദര ചേച്ചി ഇവിടെ ഇരുന്ന് ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറയുന്നത് കേട്ടു. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഈ ടോയ്ലറ്റ് പണിയുന്നതിന്റെ കോൺട്രാക്റ്റാ. അതിപ്പോ ക്യാൻസലായി, പുതിയ ആൾക്ക് കൊടുക്കുക. അച്ഛൻ സുന്ദര ചേച്ചിയോടൊന്ന് പറഞ്ഞാ അത് വിനീതേട്ടന് കിട്ടും. അതിനിപ്പോ ഞാൻ പറയേണ്ട കാര്യം എന്താ? നീയോ വിനീതോ സുന്ദരിയോട് പറഞ്ഞാ പോരെ? അവള് പറയോ പറ്റില്ലെന്ന്? അതങ്ങനെയല്ലല്ലോ, അച്ഛനായിട്ട് പറയുമ്പോ അതിനൊരു റേറ്റ് ഉണ്ടാവും. പ്ലീസ് അച്ഛാ. സുന്ദരി വരട്ടെ, ഞാൻ പറയാം. എന്താ പോരെ? ശ്രീദേവി വന്നേ, എനിക്കൊരു ചായ വേണം. നല്ല തലവേദന. തനിച്ചായി പോയി അല്ലേ? സ്കൂളിൽ നിന്ന് ഞാൻ കുറെ നേരത്തെ ഇറങ്ങിയതാ. കുറച്ചേരം ബീച്ചിൽ പോയിരുന്നു. ഒറ്റയ്ക്ക് കടലിനെ നോക്കി പഴയ ഓർമ്മകളായി വിറക്കി വെറുതെ അങ്ങനെ ഇരുന്നു. ജീവിതത്തിനെ ഒരാവേശത്തോടെ കണ്ടവരാ ഞാനും നീയും. നമ്മുടെ മോളും മാത്രമുള്ളൊരു ജീവിതം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനും അമ്മയും നിന്നെ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാത്തിനും കാരണക്കാരിയ സുന്ദരിയ. അവളൊരു ധൂമകേതുവിനെ പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ സമാധാനവും സ്വസ്ഥതയും ജീവിതവും എല്ലാം നശിപ്പിച്ചത് ആ സുന്ദരിയ. എന്നിട്ട് അവൾ എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മളിങ്ങനെയായി. ഇപ്പൊരാശ്വാസം, സ്കൂളിലെ മഴമോള. അവളോട് സംസാരിക്കുമ്പോ നമ്മുടെ മോളാണോ എന്നൊരു തോന്നല്. അവളുടെ കുറുമ്പും കുസൃതിയും സ്നേഹമൊക്കെ നിന്റെ സ്നേഹം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അറിയില്ല വൈക, ഞാൻ വീണ്ടും
എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങുക.